അന്നെ കൈമ കിട്ടിയ പിഞ്ഞെടുക്കും മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടിപ്പൊല്ലയിലെ ബർഗത്ത് മോനെ മുന്നിൽപ്പെട്ട ഉണ്ട കുടുങ്ങും പാഞ്ഞ പാക്കറ്റ് വെറുതെ തൊള്ളറക്കിയ ചള്ള വിളിയും നോക്കിയോ മേപ്പെട്ട് നീരജ് മാധവ് എം ജെ അല്ല എൻ ജെ ആണ് നമ്മുടെ നീരജ് മാധവ് കമ്പോസ് ആൻഡ് അറേഞ്ച് ബൈ നീരജ് മാധവ് ആണ് പാട്ട് എന്താ പോന്നെ വല്ലാത്ത ജാതി അടിപൊളി ഒരു പാട്ടാണ് റിട്ടേൺ ആൻഡ് പെർഫോംഡ് ബൈ നീരജ് മാധവ് ഡാപ്സി ബേബി ജീൻ മ്യൂസിക് പ്രൊഡ്യൂസ്ഡ് ബൈ ആർസി എന്താണ് പോയി കാണിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മോ എന്താണ് സംഭവം അടിപൊളി ഒരു പാട്ടാണ് അടിപൊളി ഒരു ഋതമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസമുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് അവിടെ എന്ന് കണ്ടിട്ട് ഞാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഫ്രണ്ടായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു ഫ്രണ്ടായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഒരു ക്രിയേറ്റീവ് ഡയറക്ടറൊക്കെ പുള്ളി പറയുന്ന എന്താടോ ഇവന്മാർ കാണിച്ചു വെച്ചതെന്ന് പുള്ളി കളിയാക്കിയിട്ട് ചോദിച്ചു ഞാൻ എന്താടോ ഈ കാണിച്ചേക്കുന്നതെന്ന് അടിപൊളിയായി രസമായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വല്ലാത്ത ജാതി ഒരു ജിനിയാണ് നമ്മുടെ നീരജ് മാധവ് ഡബ്സി അലാദീനാണ് ബേബി ജീൻ കള്ളനാണ് ഗാഫർ മാഫിയ ശശി എന്നൊക്കെ പറഞ്ഞ പോലെ മാഫിയ ജാഫർ എനിക്ക് 3 പേരുടെ പാട്ടും പെർഫോമൻസും ഇഷ്ടപ്പെട്ടു നീരജ് മാധവ് പിന്നെ അറിയാമല്ലോ പിന്നെ ബേബി ജീൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ പുള്ളി ഈ ഒരു ലൈൻ വിട്ടുപിടിച്ചില്ലെങ്കിൽ പുള്ളി രക്ഷപ്പെടുമോ എന്നുള്ളത് കാരണം ഒരേ ട്രെൻഡാണ് ബില്ലാത്ത ജാതി ഇത് ബില്ലാന്ന് നായ് 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 കായ് കായ് അതേ ഒരു ലൈനിലാണ് പുള്ളി ഇതിൽ പെർഫോം ചെയ്തേക്കുന്നത് പക്ഷേ രസമുണ്ട് ഇത് മറ്റേ അലാദീനും മറ്റേ വിളക്കെടുത്ത് ഒരുത്തൻ വരയ്ക്കുന്നു പക്ഷേ ഡബ്സി ആണ് ഇതിനകത്ത് അലാദീൻ ഡബ്സി വരയ്ക്കുമ്പോൾ വരുന്ന ആളാണ് ജിനി ഇതിനകത്ത് എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത് എന്താണ് ഈ കാണിച്ചേക്കുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത വീഡിയോ പാട്ട് കൊള്ളാം പാട്ടൊക്കെ അടിപൊളിയാണ് പക്ഷേ വീഡിയോ പുള്ളി ക്രിയേറ്റീവ് ഡയറക്ടർ ആയതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഒരു സീക്വൻസ് ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പുള്ളി പറഞ്ഞ ആ കഥ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻസിൽ പറയൂ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം ഇത് നമ്മൾ സാധാരണ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ ഇതൊരു യൂഷ്വൽ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ട് മോനെ എന്താ മോനെ തള്ളി മറിച്ചോ തകർത്ത് പോളി ഇങ്ങനെ കുറേ വാക്കുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ 2K കിഡ്സ് പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റാണെന്നാ അപ്പോൾ അത് പോട്ടെ ഞാൻ ആ പുള്ളി എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആ ഒരു വീഡിയോയിലേക്ക് ഞാൻ ആ വിഷ്വലിലേക്ക് ഞാൻ വരാം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചത് മറ്റേ ഡബ്സി വിളക്കെടുത്തുകൊണ്ട് ഓടുകയാണ് ഡബ്സിയെ പിന്തുടർന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ കള്ളൻ്റെ ആൾക്കാരാണ് അലാദീൻ വിളക്കെടുത്തുകൊണ്ട് പോകുമ്പോൾ മറ്റേ 40 കള്ളന്മാർ പിന്തുടർന്ന് വരികയാണല്ലോ അതാണ് കൺസെപ്റ്റ് ഇതാണ് ഡബ്സി ഒളിഞ്ഞിരുന്ന് നോക്കുന്നത് പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആ കഥ രസമുണ്ടായിരുന്നു കേട്ടോ പുള്ളി പറഞ്ഞത് ആദ്യം ഈ അംബാസിഡർ കാർ കാണിച്ച എന്ത് കോപ്പുണ്ടാക്കാനാണ് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ആ മറ്റേ പെണ്ണുങ്ങളെ കാണിക്കുന്നുള്ളൂ അതിൽ നല്ല കണ്ണുള്ളൊരു പെണ്ണുണ്ട് അവളെ മാത്രം കാണിച്ചിട്ട് അവളിങ്ങനെ കരയുന്നതായിട്ട് കാണിക്കായിരുന്നു അവളൊരു കല്യാണ പെണ്ണാണ് മറ്റേ നിക്കാഹ് മറ്റേ വീട്ടുകാർ വേറെ ഒരുത്തനായിട്ട് നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ കാണിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റേ കല്യാണ ചെറുക്കനാണ് അലാദീൻ അതാണ് ഡബ്സി അലാദീൻ ഡബ്സി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മറ്റേ വിളക്ക് കിട്ടുന്നത് വിളക്ക് വരച്ചിട്ട് പുള്ളി ആ ജിനീനെ വരുത്താണ് അപ്പോൾ ജിനി മറ്റേ ആ വരുന്ന ആ കള്ളന്മാരൊക്കെ ഉണ്ടല്ലോ ആ 40 പേര് വരുന്നു എന്നുള്ള ആ കാണിക്കുന്ന അതാണ് ഈ മറ്റേ ഇവൻ്റെ ബേബി ജീൻ്റെ ആൾക്കാർ ബേബി ജീനാണല്ലോ മറ്റേ ജാഫർ കള്ളൻ മറ്റേ മാഫിയ ശശിയുടെ ആൾക്കാർ വരുമ്പോൾ ജിനി ഇങ്ങനെ അവരെയൊക്കെ ഓടിക്കുകയാണ് പേടിപ്പിച്ച് അത് കേട്ടപ്പോൾ എനിക്ക് ആ കൺസെപ്റ്റ് നല്ല രസം തോന്നി അതായത് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ രീതി എനിക്ക് പറയാനറിയില്ല പക്ഷേ എന്നാലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പറയാം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യം കാണിക്കേണ്ടത് ഒരു മുസ്ലിം നിക്കാഹ് അതായത് സമ്മതമില്ലാതെ നിക്കാഹ് കഴിപ്പിക്കുന്ന പോലെ അതായത് ആ പെണ്ണ് മറ്റേ ഡബ്സിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ കരയണം അല്ലെങ്കിൽ ആ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ കരയണം അപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളിയെ ഓടിക്കുകയാണ് മറ്റേ പെണ്ണുവീട്ടുകാർ മാഫിയക്കാരനെ വിളിച്ചിട്ട് ഓടിക്കുമ്പോൾ അങ്ങനെ ഓടി അപ്പോഴാണ് പുള്ളിക്ക് ആ വിളക്ക് കിട്ടുന്നത് വിളക്ക് പെട്ടെന്ന് പുള്ളി എടുത്ത് വരച്ചു അപ്പോൾ മറ്റേ ജിനി വന്നു ജിനി മറ്റേ നഗ്നനായിട്ട് വരുന്നു ജിനി പെട്ടെന്ന് മറ്റേ ഒരു തുണിയൊക്കെ അടിച്ച് മാറ്റുന്നു ആ മറ്റേ ക്ലിക്കൊക്കെ ആയിട്ട് അതൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ പക്ഷേ വന്നിട്ട് പെട്ടെന്ന് സീൻ കൺവേർട്ട് ആവേണ്ടതെന്ന് വെച്ചാൽ ഈ മറ്റേ 40 പേര് വന്നുള്ളൂ 40 പേരുടെ കയ്യിലും ഗ്ലാസ് ആ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ കള്ള് ഒഴിച്ചു കൊടുക്കുകയാണ് ഓരോ ബോട്ടിൽ ശിവാസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണിക്കണം എയറിൽ നിൽക്കുന്നതായിട്ട് ആ ശിവാശ്രീകൾ ഇങ്ങനെ ആ ഗ്ലാസ്സുകളിൽ ഒഴിക്കുന്നതായിട്ട് കാണണം അപ്പോൾ ഈ 40 പേരും അടിച്ച് ഫിറ്റായിട്ട് അവന്മാരവിടെ താഴെ വീഴുന്നു അങ്ങനെ ഈ പറക്കുന്ന ഈ പായ ഉണ്ടല്ലോ മറ്റേ കാർപ്പറ്റ് പോലത്തെ സംഭവം ആ കാർപ്പറ്റിൽ ജീനി ഈ പെണ്ണിനെയും ചെക്കനെയും ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പരത്തുകയാണ് അപ്പോൾ അവരിങ്ങനെ പറന്ന് വരണം എയറിൽ അപ്പോഴാണ് ബേബി ജീൻ്റെ എൻട്രി പെട്ടെന്ന് കത്തിയൊക്കെ എടുത്തിട്ട് എറിയാനൊക്കെ ശ്രമിക്കുന്നു
അതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി നല്ല രസമായിട്ടാണ് ആ പുള്ളി ആ കഥ പറഞ്ഞത്. പക്ഷേ അത് എന്താണേലും സംഭവിച്ചു പോയി. ഇതിനി സിനിമയാണോ ഇത് ആൽബമാണോ എന്താണ് സംഭവം എന്നറിയില്ല. ഇതൊരു ജസ്റ്റ് ഒരു മ്യൂസിക് വീഡിയോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനകത്ത് ഈ സ്കേറ്റ് ചെയ്ത് പോകുന്ന പെണ്ണൊക്കെ നല്ല രസമുണ്ട്. നല്ല അടിപൊളി ഒരു കൺസെപ്റ്റാണ്. ഇവർ ചെയ്തിരിക്കുന്ന വീഡിയോ ഒക്കെ കൊള്ളാം. പക്ഷേ വീഡിയോയിൽ ഒരു അർത്ഥമില്ലാത്ത പോലെ ആയിപ്പോയി. അതായത് ജിനീനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. കാരണം ജിനി മറ്റേ നീരജ് മാധവ് ആണല്ലോ ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ പ്രൊഡ്യൂസറിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുമോ? ചിലപ്പോൾ കഥ വേറെ ആയിരുന്നു കാണും. നീരജ് മാധവനെ പ്രൊമോട്ട് ചെയ്ത് വന്നപ്പോൾ വീഡിയോ ഇങ്ങനെ ആയിപ്പോയതായിരിക്കും. അതാണ് പുള്ളി പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് പുള്ളി പറഞ്ഞത് അവസാനം മറ്റേ അവൻ എടുത്തിട്ട് അവൻ കൈപ്പറ്റുന്നു അതിനെ. അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ജിനിക്ക് പവറൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ പെൺവീട്ടുകാർ ആ പെണ്ണിനെ പിന്നെയും പിടിച്ചുകൊണ്ട് പോകുന്നു, ഡബ്സിയെ അടിച്ചിടുന്നു. അപ്പം ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും അടിപൊളിയായിരുന്നു എന്നൊക്കെ തോന്നി. പക്ഷേ ഈ വീഡിയോനെ ഞാൻ കുറ്റം പറയല്ല, എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. പുള്ളിയുടെ ഒരു അഭിപ്രായം പോയി. പക്ഷേ അത് എനിക്ക് രസമായിട്ട് തോന്നി. അതങ്ങനെ വർക്കൗട്ട് ചെയ്ത് എടുക്കുമായിരുന്നെങ്കിൽ നല്ല ഒരു രസമായേനെ. പിന്നെ ഈ പറക്കുന്ന സീനും ഈ മറ്റേ കാക്കയും ഇതും അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു ഇമാജിനേഷനാണ്, നല്ലൊരു വീഡിയോ ആണ്. ഇതുപോലത്തെ ഇനിയും റാപ്പൊക്കെ വരട്ടെന്ന് അടിച്ച് കയറി വാ. മലയാളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരണം. പിന്നെ ഇതിനകത്ത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്. നമ്മുടെ ഡബ്സിയുടെ വോയിസും അവൻ്റെ ആ ഒരു ലൈൻസും ഉണ്ടല്ലോ, വേറെ ലെവലായിപ്പോയി. ഭയങ്കര ഒരു സംഭവമായിപ്പോയി. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ അവൻ്റെ റിതം, അവൻ്റെ ആ വേരിയേഷൻ കേട്ടിട്ട് എനിക്ക് ഞെട്ടലാണ് ഉണ്ടായത്. ഭയങ്കര ഒരു ടാലൻറ്റഡ് ആളാണ്. നമ്മളൊന്നും ഇവരെ ഒന്നും വിമർശിക്കാനുള്ള ആളല്ല, എന്നാലും നമ്മളൊരു അഭിപ്രായം നമ്മൾ പറയല്ലേ. ഇവൻ ബേബിജിൻ മാത്രം കുറച്ചൊന്ന് മാറ്റിപ്പിടിച്ച് ആ ഒരു വോയിസ് കുറച്ചൊന്ന് റെഡിയാക്കിയാൽ കൊള്ളായിരുന്നു. ഓൺ ദ ഹോൾ ഒരു അടിപൊളി ഒരു മ്യൂസിക് വീഡിയോ ആണ്, ഒരു അടിപൊളി ഒരു പാട്ടാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓൾ ദ ബെസ്റ്റ്.